നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. മാംഗ്ലൂരുവിൽ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ പറപ്പൂർ ചോലക്കുണ്ട് സ്വദേശി മൂച്ചിക്കാടൻ മുഹമ്മദ് അഷ്റഫിന്റെ കൊലയ്ക്ക് ഉത്തരവാദിയായ മുഴുവൻ ആളുകളെയും പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറപ്പൂരിൽ യോഗം ചേർന്നു. പള്ളിപ്പടിയിൽ ചേർന്ന യോഗം കർണാടക പ്രദേശ് കോൺഗ്രസ് സെക്രട്ടറി TM ഷാഹിദ് ഉദ്ഘാടനം ചെയ്തു. ദൗർഭാഗ്യകരമായ സംഭവത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും ഇതിനകം 3 പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം കർണാടക സർക്കാർ ശിക്ഷാ നടപടി സ്വീകരിച്ചതായും അദ്ദേഹം യോഗത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. വിശദമായ അന്വേഷണത്തിനും കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നതായി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാജ്യത്തിന് തന്നെ അപമാനം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യം, മതേതര രാജ്യമായി നിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ഇപ്പോൾ കാശ്മീർ ചടങ്ങിൽ ചെയർമാൻ നാസർ പറപ്പൂർ അധ്യക്ഷത വഹിച്ചു. AK നസീർ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി VS ബഷീർ മാസ്റ്റർ, KA റഹീം, മജീദ് മണ്ണിശ്ശേരി, PK ഹബീബ് ജഹാൻ, കാപ്പൻ നാസർ, മജീദ് പാലാത്ത്, അഹമ്മദ് പാലപ്പറമ്പൻ, K നാസർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വേങ്ങര.